ഹായ് ഫ്രണ്ട്സ്, നിദാനു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ആരും ചെയ്യാത്ത വിഭവമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. നമ്മളൊരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മുടെ ചിക്കനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനതിലേക്ക് ആദ്യം 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ബിരിയാണിക്ക് വേണ്ട സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓയിൽ കുറച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടണ്ട, 1-2 പ്രാവശ്യമായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം. വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി തീ ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നോക്കി, നമ്മുടെ സവാളയൊക്കെ നല്ല സ്വർണ്ണ കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയുള്ള സവാള നമ്മുടെ ചട്ടിയിൽ കിടക്കുന്ന സവാള വേഗം അങ്ങോട്ട് കരിഞ്ഞു. നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. 2 പ്രാവശ്യമായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നത്. നമുക്ക് വേഗം തന്നെ പൊരിച്ചെടുക്കാം. അത് തന്നെയല്ല, ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ സവാള പൊരിച്ചതും ഇതിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ മസാല കൂട്ടുന്നത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, നമുക്ക് ഒന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി. ചിക്കന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികം ഫ്രൈ ചെയ്തെടുത്താൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല, പിന്നെയാണെങ്കിൽ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ഒരു പാകം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനോട് സെറ്റായിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്ക് ബാക്കിയുള്ള പണി കൂടി ചെയ്യാം. നമ്മുടെ ചിക്കൻ പൊരിച്ച് ബാക്കിയുള്ള എണ്ണയാണിത്. ഞാൻ കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം, ഒരുപാട് തീയിൽ ചെയ്യണ്ട. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് മല്ലിയില, പുതിന, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. മസാലയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ മസാല റെഡിയാവും. മസാല തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. മസാല ഒന്ന് 1-2 മിനിറ്റ്, കുറേയൊന്നും വേണ്ട, 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, ഒരുപാടൊന്നും ചെയ്യേണ്ട. കുറച്ച് നേരം ചിക്കൻ ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ വെള്ളത്തിലേക്ക് നമുക്ക് സാജീരകവും പെരുംജീരകവും കൂടി മിക്സ് ചെയ്തതാണിത്. പിന്നെ ഒരു
കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അതും കൂടി നമുക്ക് ബിരിയാണിൻ്റെ വെള്ളത്തിലേക്ക് ഇടണം. വെള്ളത്തിലേക്ക് ഗരം മസാലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം കൂടി ചതച്ച ഒരു പേസ്റ്റാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്. നീരങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നാരങ്ങയുടെ പുളി ഞാൻ ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരിത്തിരി മുൻതൂക്കം നിന്നോട്ടെ, എന്നാലാണ് അരിക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഗരം മസാല, മുഴുവൻ മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ നാരങ്ങ നീര്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഴ വന്നിട്ടുണ്ട്. പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ നന്നായിട്ട് ഇളക്കണം. അല്ലെങ്കിൽ അരി ചെന്ന് താഴെ ചെന്ന് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ആ ഭാഗം വേവാതെ ഇരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. റൈസ് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പുറത്ത് വലിയ അടുപ്പിൽ ചെയ്യണതുകൊണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് തീ വെച്ചാലേ നമ്മുടെ വെള്ളം അങ്ങോട്ട് വേഗം പറ്റിപ്പോവും. മഴ പെയ്യുന്നതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഈ സമയത്തെ നമുക്ക് വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കണം, ടേസ്റ്റ് ചെയ്ത്. ഉപ്പ് വെള്ളത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലുള്ളതുപോലെ തോന്നണം. ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. റൈസ് ഒന്ന് വറ്റി വെന്ത് വരുമ്പോൾ നമുക്ക് ഇറച്ചിയും റൈസും കൂടി ദമ്മിലിടാം. റൈസ് എന്തായി നോക്കാം. ആയി വരുന്നുണ്ട്. റൈസ് അത്യാവശ്യം വെന്തിട്ട് വേണം നമുക്ക് ദമ്മിലിടാനായിട്ട്. നമ്മൾ റൈസ് ദമ്മിലിടുന്ന സമയത്ത് ഈ നാരങ്ങയുടെ ഒരു ഹാഫ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ലേ, അതൊന്ന് മാറ്റിയിട്ട് വേണം ഇടാൻ. പിന്നെ മറന്നു പോകണ്ട, ഇപ്പോൾ തന്നെ അവിടെ മാറ്റി വെക്കാം. അല്ലെങ്കിലേ നാരങ്ങയുടെ കയ്പ്പ് ഇറങ്ങിയിട്ട് അരിക്കൊരു കയ്പ്പ് വരും. റൈസ് നമുക്കൊന്ന് വെന്താന്ന് നോക്കാം. ഇളക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമുക്ക് ബിരിയാണി ദമ്മിലിടാം. അതിന് വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ റോ മസാല അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിലേക്ക് ആക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മുടെ വെന്ത ചോറ് അതൊന്ന് നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 2 ലെയർ ഉണ്ടാവുള്ളൂ, കാരണം 1.5 കിലോ അരിയല്ലേ ഉള്ളൂ. ചോറൊക്കെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ല നെയ്യ്, 1/2 kg അതുപോലെ എന്തെങ്കിലും നല്ല നെയ്യ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിന അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അത് കൂടാതെ കുറച്ച് ഗരം മസാല പൊടിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ലെയറാക്കിയിടാം. രണ്ടാമത്തെ ലെയറിലേക്ക് ബാക്കിയുള്ള സവാള ഫ്രൈയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മുടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മല്ലിയില, പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് ബാക്കി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കതൊന്ന് ദമ്മിലിടണം. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ബിരിയാണി, മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രം നിദാനു കിച്ചൻ.